നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കിലിയൻ എംബാപ്പെ തന്റെ മിന്നും ഫോം തുടരുകയാണ്. ഇന്നലെയും അദ്ദേഹം പൊളിച്ചടുക്കി, ബ്രൈസും അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. PSG ഇതാ ലീഗ് 1 കിരീടത്തിന് തൊട്ടരികിലാണ്. മൊണാക്കോ ഇന്നലെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അവർക്ക് കിരീടം നേടാമായിരുന്നു. എന്തായാലും ആ കാത്തിരിപ്പ് അടുത്ത ആഴ്ചയിലേക്ക് നീളുകയാണ്. 4-1 ഇന്നലെ ലോറിയന്റിനെ PSG പരാജയപ്പെടുത്തുന്നത്. അതിൽ ഇരട്ട ഗോളുകൾ കിലിയൻ എംബാപ്പെ നേടി. കൂടാതെ ഒസ്മാൻ ഡെംബലയുടെ ഒരു ഗോളിന് അസിസ്റ്റ് നൽകുകയും ചെയ്തു. ഡെംബലയും ഇന്നലെ ഇരട്ട ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ 4-1 തകർപ്പൻ ജയം ഇപ്പോൾ PSG സ്വന്തമാക്കിയിരിക്കുകയാണ്. 30 കളികളിൽ നിന്ന് 69 പോയിന്റാണ് PSG-ക്കെങ്കിലും 30 കളികളിൽ നിന്ന് 58 പോയിന്റുള്ള മൊണാക്കോ ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. എംബാപ്പയുടെ ഫോം അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ സീസണിൽ ഇപ്പം ലീഗ് 1 അദ്ദേഹം ഗോൾ അടിച്ച് തിമിർക്കുന്നു. ലീഗ് 1 മാത്രമല്ല, എല്ലാ കോമ്പറ്റീഷനുകളിലും അദ്ദേഹം മികവ് കാണിക്കുന്നുണ്ട്. ലീഗ് 1 26 ഗോളുകളാണ് അദ്ദേഹം ഇതുവരെ ഈ സീസണിൽ നേടിയിട്ടുള്ളത്. 17 ഗോളുകളുള്ള ജൊനാഥൻ ഡേവിഡ് ആണ് 2ാം സ്ഥാനത്ത്. അതേസമയം എല്ലാ കോമ്പറ്റീഷനുകളിലുമായി എംബാപ്പയുടെ ഈ സീസണിലെ ഗോളിന്റെ കണക്കൊന്ന് നോക്കുക. 43 ഗോളുകളായിരിക്കുന്നു. അതായത് എംബാപ്പയുടെ കരിയറിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ വർഷമാണിത്, സീസണാണിത് എന്നർത്ഥം. 2020-21 42 ഗോളുകൾ നേടിയതായിരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം ഏറെ മുന്നിലുള്ളൊരു കണക്ക്. ഇപ്പം 43 ഗോളുകളിലേക്ക് ഇനിയും മത്സരങ്ങൾ ബാക്കി നിൽക്കെ അദ്ദേഹം എത്തിയിരിക്കുന്നു. കിലിയൻ എംബാപ്പെ 43rd ഗോള് ഇപ്പോൾ പിറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഗോൾ സ്കോറിംഗ് സീസണായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഏതായാലും ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരത്തിനുള്ള കണ്ടന്റേഴ്സിൽ തലപ്പത്ത് തന്നെ കിലിയൻ എംബാപ്പയുണ്ട്. എല്ലാവരും ജൂഡ് ബെല്ലിംഗാമിനെ എണ്ണുന്നുണ്ട്. പക്ഷെ ഗോളിന്റെ കണക്കും മറ്റുമൊക്കെ നോക്കുമ്പോൾ എംബാപ്പെ ഒട്ടും പുറകിലല്ല. പിന്നെ ഇത്തവണ UCL വലിയ പ്രാധാന്യം വഹിക്കും ബാലൻ ഡി ഓർ പുരസ്കാര നിർണയത്തിൽ എന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റർ